ഞാൻ ഡോക്ടർ ജോളി തോംസൺ. ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയിൽ മരുന്നുകൾക്കും ഓപ്പറേഷനുകൾക്കും പകരം ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിന് ഊന്നൽ നൽകുന്നു. എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ് ഇതിൽ പങ്കുവയ്ക്കുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഓപ്പറേഷൻ ഒഴിവാക്കാനും മരുന്നുകൾ കുറച്ചു കൊണ്ടുവന്ന് നിർത്താനും കഴിഞ്ഞ രോഗികളുടെ കേസ് സ്റ്റഡിയാണ് ഈ സീരീസ്. ജീവിതശൈലി രോഗങ്ങൾക്ക് പരിഹാരം മരുന്നും ഓപ്പറേഷനും അല്ല, അതിൻ്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കുകയാണ് എന്ന അവബോധം എല്ലാവരിലും ഉണ്ടാക്കുക എന്നതാണ് ഈ വീഡിയോകളുടെ ലക്ഷ്യം. ഈ കേസ് സ്റ്റഡി ബേസിക്കലി ഒരു സൈക്യാട്രിക് ഡിസോർഡറിൻ്റെതാണ്. ഇതൊരു 33 വയസ്സുള്ള ലേഡിയാണ്. അവരുടെ പ്രശ്നം ഒരു ഡിപ്രഷനായിരുന്നു. ഡിപ്രഷനും അതുപോലെ ആങ്സൈറ്റിയൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത് ബൈപ്പോളാർ ഡിസീസ് എന്നാണ്. അത് തുടങ്ങിയത് ആക്ച്വലി പഠിച്ചുകൊണ്ടിരിക്കുമ്പം ആണ്. ഒരു 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 കോഴ്സിന് PGക്ക് ചേർന്ന് കഴിയുമ്പോഴാണ് അത് അവർ തുടങ്ങുന്നത്. അതോടുകൂടി ആ കോഴ്സ് തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ഭയങ്കര ഡിപ്രസ്ഡ് മൂഡ്, പിന്നെ മൂഡ് സ്വിങ്സ്, മോട്ടിവേഷൻ ഇല്ലാഴിക, അതായത് ഒന്നും പഠിക്കാൻ ഒന്നിനൊരു താല്പര്യം ഇല്ലാഴിക, ഇതൊക്കെയാണ് പ്രോബ്ലം ആയിട്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഓവർ വെയ്റ്റ്, 54 കിലോയേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ചെറുപ്പത്തിൽ, അതായത് ആദ്യം കോളേജിലൊക്കെ പഠിക്കാൻ തുടങ്ങും 54 കിലോ ഉണ്ടായിരുന്ന ആൾ 81ലേക്ക് കൂടി. ആക്ച്വലി കുറച്ച് വെയിറ്റ് കൂടി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ അസുഖം വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഈ ഡിപ്രഷനും അതിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായുള്ളൂ. അതിന് തന്നെ മുമ്പ് തന്നെ വെയിറ്റ് കൂടിയായിരുന്നു. പിന്നെ മരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോൾ വീണ്ടും കൂടി. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. അതുപോലെ തന്നെ ഫാമിലി പ്രോബ്ലംസ്, അവർ ശരിക്കും മാരീഡാണ്, 6 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്, പക്ഷേ ഫാമിലി പ്രോബ്ലമായിട്ട് സെപ്പറേറ്റഡ് ആകേണ്ട വന്നു. ഇതെല്ലാം ഈ സൈക്കാട്രിക് ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പഠിത്തവും ഡീവിയേഷനും പ്രോബ്ലമായി അതുപോലെ ഫാമിലി പ്രോബ്ലംസിലേക്ക് എത്തി എന്നുള്ളതാണ്. ഒരു 5 തരം മരുന്നാണ് ഡെയിലി കഴിക്കുന്നത്. അതിൽ തന്നെ 9 ടാബ്ലറ്റ്സോളം വരുന്നുണ്ട്. ഡെയിലി അത്രയും മരുന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ഈ സൈക്കാട്രിക് മെഡിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തന്നെ നമുക്ക് ഭയങ്കര ടയർഡാക്കി കളയും. എല്ലാം നമ്മളുടെ ബ്രെയിനിനെ സപ്രസ് ചെയ്യാനും കൂടെ ഉള്ള മരുന്നുകളാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ടാകെ മൊത്തത്തിൽ ടയർഡ്നെസ്സും വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പേഷ്യൻ്റെ ഡീറ്റെയിലേക്ക് വന്നാൽ, ഇത് ലേഡിയാണ്, 33 വയസ്സാണ്, ഹൈറ്റ് 167 സെൻറ്റിമീറ്റർ, നല്ല പൊക്കമുണ്ട്. അത് 80.4 തൂക്കം. അവരുടെ 33 വയസ്സേ ഉള്ളെങ്കിൽ അവരുടെ ബോഡി ഏജ് 53. അതായത് ആക്സിലറേറ്റഡ് ഏജിങ് വന്നിട്ടുണ്ട്. 20 വയസ്സ്, അതായത് 33 വയസ്സാണ് നമ്മൾ കണ്ടാൽ ഒരു 53 വയസ്സൊക്കെ ഉള്ള ഒരു ലേഡി പോലെ നമുക്ക് തോന്നുള്ളൂ. അതാണ് ആ സിറ്റുവേഷൻ. നെക്സ്റ്റ് അതുപോലെ ഫാറ്റിൻ്റെ വയർ ഒത്തിരി കൂടുതലാണ്, ഫാറ്റിൻ്റെ അളവ് ഒത്തിരി കൂടുതലാണ്. നെക്സ്റ്റ് അവരുടെ സിംറ്റംസ് തുടങ്ങുന്നത് ബേസിക്കലി അവരൊരു 2 ഇയേഴ്സ് ബാക്കാണ്. അപ്പോൾ ഒരു പുതിയ കോഴ്സ് വന്നു, കുറച്ച് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു ഡിപ്രഷൻ പോലെ വന്നത്. അതിനകത്ത് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ആങ്സൈറ്റി. അപ്പം ഡയഗ്നോസ് ചെയ്തിരിക്കുന്ന ബൈപ്പോളാർ ഡിസീസ് എന്നാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പം നമ്മളുടെ എടുത്തു കഴിഞ്ഞാലും ഒബേസിറ്റി ഉണ്ട്, ബൈപ്പോളാർ ഡിസീസും ഉണ്ട്. അപ്പം അതൊരു ഡിസീസ് കാറ്റഗറിയിലേക്ക് വന്ന സൈക്കാട്രിക് ഡിസീസ് ഉണ്ട്, അതുപോലെ മെറ്റബോളിക് സിൻഡ്രോം കൂടെ ഉണ്ട്. അതുപോലെ സ്കാനിങ്ങിലാണെങ്കിൽ ഒരു ഫാറ്റി ലിവറും കാണിക്കുന്നുണ്ടായിരുന്നു. അത് യൂഷ്വലി സൈക്കാട്രിക് മെഡിസിൻസും, പ്രത്യേകിച്ച് ഒബേസിറ്റിയും സൈക്കാട്രിക് മെഡിസിനും ഉള്ളവർക്കൊക്കെ തന്നെ ഫാറ്റി ലിവറും അല്ലെ ലിവർ പ്രോബ്ലംസും നാഷും നോൺ ആൽക്കോളിക് ഹെപ്പറ്റൈറ്റിസും പോലെയുള്ളതും കാണാറുണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മളിവിടെ സിംറ്റംസിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി മൂഡ് സ്വിങ്സ്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ, അതാണ് അവർ തന്നെ പറയുന്നത്. ഇതാണ് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. പിന്നെ എപ്പോഴും ഉറക്കം വരുവാണ്, ആങ്സൈറ്റി, മൂഡ് സ്വിങ്സ്, പിന്നെ വെയിറ്റ് ഗെയിനും വന്നിട്ടുണ്ട്. ഇതാണ് അവരുടെ സിംറ്റമാറ്റിക് ഇതായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ മരുന്നുകളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലാമേസ്, അതായത് ലമോട്രിജിൻ എന്ന് പറഞ്ഞ് സൈക്കാട്രിക് മെഡിസിനാണ്. അത് 2 വെച്ച് രാവിലെയും വൈകുന്നേരവും കഴിക്കുന്നുണ്ട്. 2 ഗുളിക വെച്ച് രാവിലെയും വൈകുന്നേരം ഉണ്ട്. ലിത്തോസം, അത് ലിത്തിയം എന്ന് പറഞ്ഞാൽ, ലിത്തിയം കാർബണേറ്റ് എന്ന് പറഞ്ഞാണ്. അത് 300 മില്ലിഗ്രാമിൽ 1 രാവിലെയും 2 വൈകുന്നേരം കഴിക്കുന്നുണ്ട്. പിന്നെ ലൊണാസിപ്പ്, അത് ഈ ഉറക്കക്കുറവും, എപ്പോഴും ഉറക്കമാണെങ്കിലും ഉറക്കത്തിന് വേണ്ടിയിട്ടുള്ളതും കഴിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അത് രാത്രി ഉറക്കത്തിന് വേണ്ടിയിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ വേറൊരു മരുന്ന് ഡെസ്വെർ എന്നുള്ളതാണ്. അതും സൈക്കാട്രിക് മെഡിസിനാണ്. ഡെസ്വെലാഫാക്സിൻ. ഈ മരുന്നുകളുടെയൊക്കെ പേര് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അത് രാത്രി ഒരെണ്ണം കഴിക്കുന്നുണ്ട്. പിന്നെ ഒളാൻസെപ്പിൻ, അതും വേറൊരു സൈക്കാട്രിക് മെഡിസിനാണ്. ഇത്രയും മരുന്നുകളാണ് അവർ 5 ഗുളികകൾ മൾട്ടിപ്പിൾ ടാബ്ലറ്റായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ബ്ലഡ് ടെസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അബ്നോർമൽ ആയിട്ടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റുകൾ നോക്കി വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ഇത് ചെയ്യുന്നത്. അല്ലെ അബ്നോർമലായിട്ട് വന്നിരിക്കുന്നത് ഒന്ന് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കൂടുതലാണ്. ESR കൂടുതലുണ്ട്, HSCRP കൂടുതലുണ്ട്, CRP കൂടുതലുണ്ട്, ബ്ലഡ് കൗണ്ട് കൂടുതലാണ്, WBC അതിൽ തന്നെ ഡിഫറെൻറ്റ് ഇതിലൊക്കെ കൂടുതലാണ്. പിന്നെ വൈറ്റമിൻ ഡി കുറവാണ്. ഇവൻ പൊട്ടാസ്യം കൂടുതൽ കാണിക്കുന്നു. അത് സാധാരണ അങ്ങനെ വരാറുള്ളതല്ല. കിഡ്നി പ്രോബ്ലംസ് ഇല്ലാത്ത ആൾക്ക് പൊട്ടാസ്യം കൂടാൻ പാടില്ലാത്തതാണ്, പക്ഷേ കൂടുതൽ കാണിക്കുന്നു.
അതുപോലെ തൈറോയിഡിൻ്റെ തുടക്കം TSH കൂടുതലായിട്ടും കാണിക്കുന്നു. ഇതാണ്. പിന്നെ യൂറിനിലാണേലും പസൽസ് കാണിക്കുന്നുണ്ട്, യൂറിനറി ഇൻഫെക്ഷൻ്റെതുപോലെയും കാണുന്നുണ്ട്. അപ്പം ഇമ്മ്യൂണിറ്റി തെറ്റിയിരിക്കുമ്പോൾ നമുക്ക് എന്ത് വേണേലും കയറി വരാമല്ലോ. നെക്സ്റ്റ് സ്കാനിലേക്ക് വന്നപ്പം ഒരു ബേസിക് ഒരു അൾട്രാസൗണ്ട് സ്കാൻ അബ്ഡോമൻ നോക്കും. അതിൽ ഫാറ്റി ലിവർ ഗ്രേഡ് 1 കാണിക്കുന്നുണ്ട്. പിന്നെ ഈ യൂട്രസിൽ കുറച്ച് ഫൈബ്രോഡ്സ് കാണിക്കുന്നുണ്ട്. വലിയ സിഗ്നിഫിക്കൻ്റ് അല്ല, 14 mm × 12 mm അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ബോഡിയുടെ പ്രത്യേകതകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് ഒത്തിരി കൂടുതലാണ്. ശരിക്കും ഈ ഏജിൽ നമ്മൾ അതുപോലെ BMI കൂടുതലാണ്, BP നോർമലാണ്, വയറിൻ്റെ സർക്കംഫറൻസ് ഒത്തിരി കൂടുതലാണ്, 97 ഉണ്ട്. അതുപോലെ ആക്സിലറേറ്റഡ് ബോഡി ഏജിങ് 33 വയസ്സുള്ളവരുടെ ബോഡി ഏജ് കാണിക്കുന്നത് 53. അതുപോലെ ഫാറ്റ് പെർസെൻറ്റേജ് ഒത്തിരി കൂടുതലാണ്, ഓൾമോസ്റ്റ് 36.9, അതായത് ഓൾമോസ്റ്റ് 37% കൊഴുപ്പാണ്. ശരിക്കും ഈ ഏജിലുള്ളവർക്ക് ഒരു 25% താഴെ കൊഴുപ്പ് പാടുള്ളൂ. അപ്പോൾ അതുമാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സൈക്യാട്രിക് പേഷ്യൻസ്, അതായത് മാനസിക പ്രശ്നങ്ങൾക്ക് ഉള്ളവർക്ക് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുമ്പോൾ പിന്നെ ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല ഫുഡ് ഐറ്റംസ് ഇവർ റിയാക്ട് ചെയ്യുന്നുണ്ടാവും. അതാണ് ബേസിക്കലി ഈ സൈക്യാട്രിക് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ മെക്കാനിസംസിന് വരുന്ന അവിടുത്തെ കെമിക്കൽ റിയാക്ഷനുകളിൽ വരുന്ന വ്യതിയാനമാണ്. അപ്പം അത് നമ്മൾ ഈ തലവേദനയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ മെനിഞ്ചസ് ചില ഏരിയാസിൽ മാത്രമേ ബ്രെയിനിന് നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റി വരുന്നത്, അത് പെയിൻ സെൻസേഷനുള്ള ചില ഭാഗത്തേ ഉള്ളൂ. അതിൻ്റെ ഈ മെനിഞ്ചസ് എന്ന് പറയുന്നത് കവറിങ്ങിന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബ്രെയിൻ ടിഷ്യൂവിൽ ഇൻഫ്ലമേഷൻ വന്നാലും നമുക്ക് വേദന വരികയില്ല. അപ്പം നമുക്കറിയാം, നമുക്ക് ജോയിൻറ്റിനൊക്കെ വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലമേഷൻ വന്നാൽ വേദനയായിരിക്കും വരുന്നത്. അപ്പോൾ സ്കിന്നിലല്ലേ ഒരു ഇൻഫ്ലമേഷൻ വന്ന് നമുക്ക് വേദന വരും, അല്ല ചൊറിച്ചിൽ വരും. പക്ഷേ ഇത്തരം സിംറ്റംസ് ഒന്നും ഉണ്ടാവുകയില്ല ബ്രെയിനിൽ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ശരിക്കും ഈ സൈക്യാട്രിക് ഡിസോർഡർ എന്ന് പറയുമ്പം ബ്രെയിനിലെ കെമിക്കൽ മെക്കാനിസത്തിൽ വരുന്നതും അതുപോലെ അവിടുത്തെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വന്ന് അവിടെ ഒരു നീർക്കെട്ടെന്നും ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ വരുന്ന ഒരു ചേഞ്ചിനാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകത നമുക്ക് എന്തെങ്കിലുമൊക്കെ എല്ലാത്തിനും ഇങ്ങനെ നമുക്കൊരു സ്ട്രെസ് വരുമ്പോൾ വേദനയും കൂടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ശരിക്കും പ്രൊട്ടക്റ്റീവായിട്ടായിരിക്കും ചിലപ്പം ബ്രെയിൻ ടിഷ്യൂവിന് കാര്യമായിട്ട് പെയിൻ സെൻസേഷൻ ഇല്ലാത്തത് അതുകൊണ്ടാവാം. അപ്പം ഇതിന് വരുന്നത് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഈ സൈക്യാട്രിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ വരുന്ന ചേഞ്ചസ്. അപ്പോൾ അതും ഫുഡുമായിട്ടും കുറച്ച് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവരുടെ നമ്മളെ ഒരു ഫുഡ് ഇൻടോളറൻസ് അല്ലെ ഫുഡുമായിട്ടുള്ള നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് അറിയാനുള്ള ടെസ്റ്റുകളും കൂടെ നോക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് പല സാധനങ്ങളോട് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന മഷ്റൂം, ടൊമാറ്റോ, ഈസ്റ്റ്, നമ്മൾ ഈ അപ്പത്തിനും ബ്രെഡിലും ഒക്കെ ഇടുന്നതാണല്ലോ ഈസ്റ്റ്, വിനെഗർ, എഗ്ഗ്, അങ്ങനെ കുറേ കാര്യങ്ങളോട് ഈ ഫുഡ് ഐറ്റംസ് തന്നെ ഇവർക്ക് അലർജി കാണിക്കുന്നുണ്ട്. പീ, എഗ് വൈറ്റ്, അങ്ങനെ മൾട്ടിപ്പിൾ സാധനങ്ങളോട്, വീറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബേക്കറി ഐറ്റംസിലൊക്കെ ഫില്ലറായിട്ട് ഉപയോഗിക്കുന്ന അഗാർ, അങ്ങനെ സോ മെനി ഐറ്റംസിനോട് അലർജിക്കായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പെഷ്യൽ ഫുഡ്, അത് നമ്മുടെ ന്യൂട്രീഷൻ എല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കാനുള്ള ഫുഡ് കൊടുക്കുന്നുണ്ടാകും. പിന്നെ ഓവർ വെയിറ്റ് ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ കാലറി ഏറ്റവും കുറച്ച്, അതേസമയത്ത് എല്ലാ ന്യൂട്രിയൻറ്റും കറക്റ്റായിട്ടുള്ള ഫുഡ് ഉണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കളറും പ്രിസർവേറ്റീവ്സും ഉള്ള സാധനങ്ങൾ, നമ്മൾ ഈ കെമിക്കൽസ് കയറുന്ന സാധനങ്ങൾ ഒഴിവാക്കാൻ നോക്കും. പിന്നെ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നു എന്ന് കാണുന്ന ഫുഡ് ഐറ്റംസ് ഒഴിവാക്കാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങി ആക്ച്വലി 8th ഡേ ആയപ്പോൾ തന്നെ അവർക്കൊരു നല്ലൊരു ആശ്വാസം വന്നു എന്നുള്ളത്. ഒരു 50% നമുക്കൊരു റിലീഫ് വന്നു. ഒരു 15th ഡേ ആയപ്പോഴേക്കും ഒരു 60% റിലീഫ് വന്നു. ആൻഡ് 30th ഡേ വന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 80% ഓക്കെ എന്നാണ് പറയുന്നത്. ആൻഡ് 60 days ആയപ്പോഴേക്കും സിംറ്റം ഫ്രീ ആയി എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മളുടെ മെഡിസിൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും മരുന്നുകൾ കഴിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഡയബറ്റീസ് മെഡിസിനൊക്കെ നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസുകാരുടെയൊക്കെ ഫസ്റ്റ് ഡേ തന്നെ നിർത്താം. പക്ഷേ സൈക്യാട്രിക് മെഡിസിൻസ് നമുക്ക് അങ്ങനെ നിർത്താൻ പറ്റില്ല, ഏറ്റവും സ്ലോ ആയിട്ട്. കാരണം ഇതെല്ലാം ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന മെഡിസിനാണ്. അപ്പോൾ നമ്മൾ ഈ ആൽക്കഹോളും സ്മോക്കിങ്ങും ഒക്കെ പോലെ ഇതിനൊരു അഡിക്ഷൻ ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് ആ അഡിക്ഷൻ്റെ നമ്മൾ മരുന്ന് കുറയ്ക്കാൻ നോക്കുമ്പോൾ നമ്മൾക്കൊരു അഡിക്ഷൻ പോസിബിൾ, ആ വിത്ഡ്രോവൽ സിംറ്റം പോലെ വരും. അപ്പോൾ അതും കൂടെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അപ്പം ഇവരുടേത് നമ്മൾ ആദ്യം ഓരോ മരുന്നായിട്ടാണ് കുറച്ചുകൊണ്ട് വരാൻ തുടങ്ങി. അപ്പോൾ ആ ലിഥിയത്തിൻ്റെ ആദ്യം ആക്ച്വലി കുറയ്ക്കാൻ നോക്കിയത് നമ്മൾ ഈ ഒളിയാൻസ് എന്നുള്ളത് നമ്മൾ ഹാഫാക്കി. വിതിൻ 15 days ആയപ്പോഴേക്കും ഒളിയാൻസ് നിർത്താൻ പറ്റി. നെക്സ്റ്റ് ഡെസ്ഫെറൻ എന്നുള്ള ടാബ്ലറ്റാണ്, അത് 30 days ആയപ്പോഴേക്കും അതും പതുക്കെ ഗ്രാജുവലി കുറച്ചുകൊണ്ട് നിർത്താൻ പറ്റി. അപ്പം 3 മാസം 30 ദിവസം ആയപ്പോഴേക്കും നമുക്ക് പിന്നെ ആകെ 3 മരുന്നിലേക്ക് കുറയ്ക്കാൻ പറ്റി എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈ ക്ലോണാസിപ്പാം എന്നുള്ളതാണ്. അവർക്ക് അല്ലെങ്കിൽ ഉറക്കത്തിന് വലിയ പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ലോണാസിപ്പ്
60th ഡേ വന്നപ്പോഴേക്കും ലൊണാസിപ്പം കുറയ്ക്കാൻ പറ്റി, അതുപോലെ ലിത്തോസൈൻ ലിഥിയം എന്നുള്ള മരുന്നും കുറയ്ക്കാൻ പറ്റി. അതായത് അത് 3 ടാബ്ലറ്റ് ഡെയിലി കഴിച്ചുകൊണ്ടിരുന്നത് അതും ഇതിൻ്റെ പാരലി കുറയ്ക്കുന്നുണ്ടായിരുന്നു. 60 ദിവസമായപ്പോഴേക്കും ഇത് 1 ഗുളികയിലേക്ക് കുറയ്ക്കാൻ പറ്റി. ഇതിൻ്റെ ഒപ്പം തന്നെ ലൊമാട്രിജിനും കുറയ്ക്കുന്നുണ്ടായിരുന്നു. 60 ദിവസം ആയപ്പോഴേക്കും പിന്നെ ആകെ 2 ഗുളിക മാത്രമേ ഉള്ളൂ. അത് തന്നെ ലൊമാട്രിജിൻ കഴിച്ചുകൊണ്ടിരുന്നത് 4 ഗുളിക കഴിച്ചുകൊണ്ടിരുന്നിടത്ത് 2 ഗുളികയേ ഉള്ളൂ. അതുപോലെ ലിഥിയം കഴിച്ചുകൊണ്ടിരുന്നത് 3 ഗുളിക കഴിച്ചുകൊണ്ട് 1 ആയിട്ട് 60 ദിവസം ആയപ്പോഴേക്കും കുറയ്ക്കാൻ പറ്റി. 90 ഡേയ്സ് ആയപ്പോഴേക്കും ആകെ ലിത്തോസൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ലൊമാട്രിജിൻ മാത്രമേ ഉള്ളൂ. അത് തന്നെ 1.5 ഗുളികയേ ഉള്ളൂ. 120 ഡേയ്സ് ആയപ്പോഴേക്കും കംപ്ലീറ്റ് മരുന്ന് നിർത്താൻ പറ്റി. അപ്പോഴേക്കും കംപ്ലീറ്റ്ലി സിംറ്റം ഫ്രീ ആയെന്നുള്ളതാണ് പേഷ്യൻ്റ്. നല്ല എനർജറ്റിക്കായി ഇനി എനിക്ക് പഠിക്കാൻ പോകണം എന്നൊക്കെയുള്ള, ഞാൻ മദറാണേലും പറയുന്നത് ഇപ്പം പഴയ പോലെ തിരിച്ചു വന്നു എന്നാണ്. പഴയ എനർജിയും ഇതിലേക്ക് വന്നു. ഈവൻ ഫാമിലി പ്രോബ്ലംസ് സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ്. ഹസ്ബൻഡുമായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഇത് ചെയ്ത് അവർക്ക് ഇതിലേക്ക് വരാൻ പറ്റിയെന്നുള്ളതാണ്. നോർമൽ ഇതിലേക്ക് വരാൻ ഒരു ഹാപ്പി ആകാൻ പറ്റി. ഹാപ്പിനെസ് പോകുമ്പോഴാണല്ലോ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അപ്പം അതുമാത്രമല്ല, ഈ സൈക്കാട്രിക് മെഡിസിൻ ഏത് രോഗം വന്നാലും അവരവരെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ഹോൾ ഫാമിലി അഫക്റ്റ് ചെയ്യും. അപ്പോൾ സൈക്കാട്രിക് പ്രോബ്ലം വന്നു കഴിയുമ്പം പ്രത്യേകിച്ച് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മാരിറ്റൽ ലൈഫിലൊക്കെ വന്നു കഴിയുമ്പം, അപ്പം 2-3 വർഷമായിട്ടുള്ള മാരേജ് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം വരുമ്പോഴേക്കും അത് കൂടുതൽ ഇഷ്യൂസ് വരും. ഹസ്ബൻഡ്സ് ഫാമിലി അല്ലെ വൈഫ് ഫാമിലിയും ഒക്കെ ആയിട്ടുള്ള പ്രോബ്ലംസ് വരും. അതൊക്കെയാണ് പ്രത്യേകിച്ചും നമ്മൾ മറ്റുള്ള രോഗത്തിന് എല്ലാവരും കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. സൈക്കാട്രിക് പ്രോബ്ലത്തിന് പേഷ്യൻറ്റിനോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റില്ല, കാരണം മാനസികമായിട്ട് മനസ്സിനെയാണല്ലോ ബാധിക്കുന്നത്. അപ്പോൾ അവർക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാനും പറ്റില്ല, മറ്റുള്ളവർ കോപ്പറേഷൻ കിട്ടാനും ബുദ്ധിമുട്ട് വരും. അപ്പം സ്വന്തം ഫാമിലിയും മാരീഡ് ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും ഈവൻ കുഞ്ഞിനെ പോലും അതെല്ലാം ഈ ഇതിനകത്തെല്ലാം കുട്ടികളുണ്ടെങ്കിൽ അവരും എല്ലാം അഫക്റ്റഡ് ആവും എന്നുള്ളതാണ്. അപ്പം ഇത് അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ഒരു കുടുംബത്തിൻ്റെ അല്ല, 2 കുടുംബത്തിലെ മൂന്നാമത്തെ അവരുടെ സ്വന്തം കുടുംബവും ഹസ്ബൻഡിൻ്റെ ഫാമിലി വൈഫിൻ്റെ ഫാമിലി എല്ലാവരെയും അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഈ ബ്ലഡ് റിപ്പോർട്ട്സിലുണ്ടായ ബെനിഫിറ്റ്സ് എന്തായിരുന്നു എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ചേഞ്ചസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊക്കെ ബേസിക്കലി അവരുടെ നമ്മൾ കൂടുതൽ ഒന്ന് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ആയിരുന്നു, പിന്നെ അബ്നോർമലായിട്ട് നിന്നത്. അതിൽ എല്ലാം കുറച്ചുകൊണ്ട് ഗ്രാജുവലി കുറഞ്ഞ് ESR ആണെങ്കിൽ കുറഞ്ഞു വരുന്നുണ്ട്, ഗ്രാജുവലായിട്ട് കുറയുന്നുണ്ട്. അതുപോലെ HCRP ആണെങ്കിലും ഗ്രാജുവലായിട്ട് കുറയുന്നുണ്ട്. CRP ആക്ച്വലി 15th ഡേ ആയപ്പോഴേക്കും നോർമലായി. ബാക്കിയുള്ളതൊക്കെ 60th ഡേ ആയപ്പോഴേക്കും എല്ലാ ബ്ലഡ് പാരാമീറ്റേഴ്സും നോർമലായി. 30th ഡേ ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാം നോർമലിലേക്ക് വന്നു എന്നുള്ളതാണ്. 30th ഡേയിൽ ഈവൻ അവർക്ക് വൈറ്റമിൻ ഡി കൂടുതലുണ്ടായിരുന്നു, കുറവായിരുന്നു, 14 ഉണ്ടായിരുന്നുള്ളൂ, അത് 42ലേക്ക് വന്നു. കാരണം വൈറ്റമിൻ ഡി നമ്മുടെ ബ്രെയിനിൻ്റെയും ആക്ടിവിറ്റീസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. ഈ സൈക്കാട്രിക് പ്രോബ്ലംസ് വരാനും ഈവൻ പേഷ്യൻ്റ് ഇപ്പം അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം അമ്മയ്ക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടായാൽ കുഞ്ഞിന് ലേറ്റർ ലൈഫിൽ അവർ പ്രായപൂർത്തിയാകുമ്പോഴേക്കും അവർക്ക് സൈക്കാട്രിക് ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുന്നതാണ്. സോ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ശരിക്കും വൈറ്റമിൻ ഡിക്ക്. നമ്മളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളതുമാണ്. കാരണം അത് സൂര്യപ്രകാശത്തിൽ നമ്മൾ ഭക്ഷണത്തിൽ കൂടെ കിട്ടേണ്ടതല്ല, സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടേണ്ടതാണ് ശരിക്കും. പക്ഷേ നമ്മളിപ്പോൾ സൂര്യപ്രകാശമായിട്ട് എക്സ്പോഷർ കിട്ടാത്തതുകൊണ്ട് എല്ലാവർക്കും ഡെഫിഷ്യൻ്റ് ആയിരിക്കും. 90% പേർക്കും, നമ്മൾ 90 അല്ല, ഞാൻ കാണുന്ന 99% പേഷ്യൻസിന് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നില്ലെങ്കിൽ അവർക്ക് ഡെഫിഷ്യൻ്റ് ആയിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ്. പിന്നെ അവർക്ക് ഒരു TSH കൂടുതലായിരുന്നു, ഒരു തൈറോയിഡിൻ്റെ തുടക്കം ഉണ്ടായിരുന്നു. അത് യൂഷ്വലി നമ്മളിങ്ങനത്തെ സൈക്കാട്രിക് പേഷ്യൻസും ഓവർ വെയിറ്റ് ഉള്ളവരും അത് കുറച്ച് ഇല്ലെങ്കിലും അത് കുറച്ച് നാളാകുമ്പോഴേക്കും തൈറോയിഡ് ഡിസ്ഫങ്ഷനിലാകും. അപ്പോൾ ഇവരുടെയും ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ 15th ഡേ ആയപ്പോഴേക്കും അത് TSH നോർമലായെന്നുള്ളതാണ്. മരുന്നൊന്നും എടുക്കാതെയാണെന്ന് ഓർക്കണം, മരുന്നൊന്നും എടുക്കാതെ തന്നെ നോർമലായി. അതുപോലെ നമ്മൾ തുടങ്ങുമ്പോൾ അവർക്കൊരു യൂറിനറി ഇൻഫെക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു, അതിന് ലൈറ്റായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്സ് ഒന്നും കൊടുത്തില്ല. അപ്പോൾ 15th ഡേ ആയപ്പോഴേക്കും അത് കറക്റ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ബോഡി പാരാമീറ്റേഴ്സിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ തുടങ്ങുമ്പോൾ അവർക്ക് 80.4 ആണ് അവരുടെ വെയിറ്റ്. അവർ 28 BMI 28.8 ആണ്, ഓവർ വെയിറ്റ് ആണ്, ഒബേസിറ്റിയിലേക്ക് പോകും. ഒബേസിറ്റി എന്ന് പറയാം ശരിക്കും, ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ ഒബേസിറ്റിയാണ്. വയറിൻ്റെ ചുറ്റളവ് 97 സെൻറ്റിമീറ്റേഴ്സ് ആണ്, ഇതിന് നന്നായിട്ട് കുടവയറുണ്ട്. ബോഡി ഏജ് 20 വയസ്സ് കൂടുതല, 33 വയസ്സേ ഉള്ളൂ. പക്ഷേ അവരുടെ ബോഡി ഏജ് കാണിക്കുന്നത് 53. അപ്പോൾ നമ്മൾ കാണുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഈ 53 വയസ്സിൽ വരുന്ന എന്ത് രോഗവും കൂടെ അഡീഷണലി കയറി വരാമെന്നുള്ളതാണ് ഇങ്ങനെയുള്ളത്. അപ്പം ഒരു ആക്സിലറേറ്റഡ് ഏജിങ്, അകാല വാർദ്ധക്യം എന്ന് പറയാം. പിന്നെ ഫാറ്റിൻ്റെ ലെവലാണെങ്കിലും 37 വരുന്നുണ്ട്. അപ്പം ഒത്തിരി ഓവർ ഫാറ്റാണ്, ബോഡിയിൽ ഫാറ്റ് ഒത്തിരി അടിഞ്ഞിട്ടുണ്ട്.
അപ്പം അത് കുറഞ്ഞ് ആക്ച്വലി വെയിറ്റ് ഇപ്പോഴത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും യൂഷ്വലി ഒരു 20% ഒക്കെ 3 മാസം ആകുമ്പോഴേക്കും കുറയേണ്ടതാണ്. പക്ഷെ അത്രയും അവർക്ക് കുറയ്ക്കാൻ പറ്റിയില്ല. കാരണം ഈ മരുന്നുകളെല്ലാം ഉള്ളതുകൊണ്ട് എപ്പോഴും തളർച്ചയായിരിക്കും. അതുകൊണ്ട് എക്സസൈസ് ഒന്നും അത്ര പ്രോപ്പറായിട്ട് ചെയ്യാനോ ഉള്ളൊരു എനർജി ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും 120 ഡേയ്സ് ആയപ്പോഴേക്കും അത് 69 കുറയ്ക്കാൻ പറ്റി. ഓൾമോസ്റ്റ് 11-12 kg കുറയ്ക്കാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ BMI ആണെങ്കിലും 25 മാക്സിമത്തിൽ നിന്ന് കുറഞ്ഞ് താഴേക്ക് 24.8 എത്തി. അതുപോലെ വയറാണെങ്കിലും 97 നിന്ന് 83 വരാൻ പറ്റി, വയറിൻ്റെ ചുറ്റളവ്. അപ്പം കുടവയറൊക്കെ നന്നായിട്ട് കുറഞ്ഞു. പിന്നെ ബോഡി ഏജ് 53 നിന്ന് 45 കൊണ്ടുവരാൻ പറ്റി 120 ഡേയ്സ് കൊണ്ട്. പക്ഷേ ശരിക്കും അവരുടെ ഏജ് 33. അപ്പോൾ ഇനിയും ഉണ്ട്, ശരിക്കും കുറയേണ്ടതുണ്ട്. ഫാറ്റ് പെർസെൻറ്റേജ് ആണ് 36.9 നിന്ന് 33 കൊണ്ടുവരാൻ പറ്റി. ഐഡിയലി 25% ഫാറ്റേ വരാൻ പാടുള്ളൂ. അപ്പം ഇനിയും നമ്മൾ കറക്റ്റ് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇനിയിപ്പോൾ നമ്മൾ ഈ സപ്പോർട്ടും ഒക്കെ നിർത്തി എക്സസൈസും ഒക്കെ നിർത്തി വീണ്ടും നമ്മുടെ മൂഡ് സ്വിങ്സിലേക്കൊക്കെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ബേസിക്കലി നമ്മൾ ബോഡി കറക്റ്റ് ചെയ്തിട്ട് മാത്രമേ നിർത്താൻ പാടുള്ളൂ. അപ്പോൾ ഈ 16 ശരിക്കും അവർക്ക് ഐഡിയലി ഒരു 55 kg നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 180 ഡേയ്സിൽ നമ്മളെല്ലാം പെർഫെക്റ്റായിട്ട് പോയാൽ 180 ഡേയ്സ് കൊണ്ടൊക്കെ അവർക്ക് 55 എത്തിക്കാൻ പറ്റിയേനെ. അപ്പോൾ അത്ര എത്തണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു 90 ആയപ്പോഴേ തന്നെ കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ 90 ആകുമ്പോഴേക്കും 65 എത്തിക്കാം. പക്ഷേ പലപ്പോഴും സൈക്കാട്രിക് പേഷ്യൻസിന് അത്രയും എല്ലാം മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എല്ലാ മരുന്നും തീർന്ന് ഇനി പക്ഷേ ശരിക്കും അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ശരിക്കും അടുത്ത ഒരു 3 മാസം കൊണ്ട് ഒരു 69 ഉണ്ടെങ്കിൽ ഒരു 59 വന്ന് പിന്നത്തെ ഒരു 3 മാസം, അപ്പം ഓൾമോസ്റ്റ് ഒരു 9 months to 10 months വേണ്ടി വരും ഇതെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഐഡിയൽ എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും ഒരു വെയിറ്റ് 55 ആകണം, BMI ഒരു 21 വരണം, ഒരു അബ്ഡോമിനൽ വയർ ശരിക്കും ഒരു 65 ആകണം. അപ്പം നമ്മൾ ഓർക്കണം, ഇത് നല്ല ഹൈറ്റുള്ള ലേഡിയാണ്, ഷീസ് റിയലി ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മളൊരു ശരിക്കും 167 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾക്ക് ഈ പാരാമീറ്റേഴ്സ് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഒരു മോഡലിന് പറ്റിയ രീതിയിലുള്ള എല്ലാ ഒരു നമ്മൾ ലേഡീസിൻ്റെ ആ പ്രൈം ബ്യൂട്ടിയിലേക്ക് വരാൻ പറ്റുന്ന ഒരു ലേഡിയാണെന്നുള്ളതാണ്. അപ്പം ഫാറ്റ് പെർസെൻറ്റേജ് ഒരു 25 എത്തിച്ച് ബോഡി ഏജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 33 അതിൽ കുറച്ചൊരു 30 താഴെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് ബോഡി ഏജ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും നമ്മളുടെ യങ്നെസ് എന്ന് പറയും, ഒരു യൂത്ത്ഫുൾനെസ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത്ര എത്തിയാലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സൈക്കാട്രിക് കൗൺസിലൊക്കെ വന്നവർ ടോട്ടലി സേഫ് ആകുന്നത് ആ ഒരു സ്റ്റേജിലായിരിക്കും. ഈ കേസ് സ്റ്റഡി തരുന്ന മെസ്സേജ് ബേസിക്കലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ യൂഷ്വലി സൈക്കാട്രിസ്റ്റ് ആണെങ്കിലും മരുന്ന് കുറച്ചുകൊണ്ട് ഒന്ന് നിർത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും പറ്റാറില്ല. പലരും 4-5 മരുന്ന് ഇങ്ങനെ പലരെയും കാണാറുണ്ട് ഇതുപോലെ മൾട്ടിപ്പിൾ മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്നവർ. അത് ഇത്ര യങ് ഏജിൽ തന്നെ നമ്മൾ ഇത്രയും മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരിക്കും ഫാമിലി ലൈഫും അവരുടെ ഫാമിലീസിൻ്റെ ലൈഫും, സ്വന്തം ലൈഫ് മാത്രമല്ല ഫാമിലീസിലെ ബാക്കിയുള്ള മെമ്പേഴ്സിൻ്റെ ലൈഫിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഇനിയിപ്പോൾ മരുന്ന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി മരുന്ന് കൂട്ടുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. മരുന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അപ്പം മരുന്ന് കൂട്ടുക, പിന്നെ ഇതിലും കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ലിവറിലേക്കുള്ള, ഇപ്പം ലിവർ ഓൾറെഡി ഫാറ്റി ലിവറായി, പിന്നെ അത് നാഷ്, അങ്ങനെ ഹെപ്പറ്റൈറ്റിസ്, നീര്, കരൾ വീക്കം, അങ്ങനത്തെ പ്രോബ്ലംസിലേക്ക് പോകാം. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പോൾ ഇവർക്ക് തന്നെയാണെങ്കിലും ഓൾറെഡി കരൾ വീക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു, തൈറോയിഡിൻ്റെ തുടക്കം ഉണ്ടായിരുന്നു. ഇതിലേക്കൊക്കെ ഇനി അതും കൂടെ ഡീപ്പെൻഡ് ചെയ്ത് അതിനും കൂടെ വേണ്ടിയിട്ടുള്ള മരുന്നെടുത്ത് പിന്നെ ഡെഫിനറ്റ്ലി കുറച്ച് കഴിയുമ്പോഴേക്കും ഡയബറ്റീസ് ആകും, ഹൈപ്പർ ടെൻഷൻ ആകും, അങ്ങനെ പോകുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിപ്പം ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്തത് റിവേഴ്സ് ചെയ്തപ്പം ആ മരുന്നുകളിൽ നിന്ന് തന്നെ മാറാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം അതും വളരെ കുറഞ്ഞ ടൈം കൊണ്ടാണ്. 4 months വിതിൻ 2 months ആയപ്പോഴേക്കും അവർ സിംറ്റമാറ്റിക്കലി അവരുടെ ഫാമിലി ലൈഫിൽ തന്നെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു, മൊത്തത്തിൽ ചേഞ്ചസ് വന്നു. 4 months ആയപ്പോഴേക്കും കംപ്ലീറ്റ് അവർ റിക്കവർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. പക്ഷേ എന്നാലും നമ്മുടെ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവരിപ്പോഴും കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടില്ല. അവരുടെ ലൈഫിൽ സ്റ്റൈലിലും എല്ലാത്തിലും ഇത് വന്നു. പക്ഷേ ഇനിയുണ്ട് ബോഡിയിൽ ബാക്കി കറക്ഷനും കൂടെ കറക്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ടോട്ടലി സേഫ് ആവുള്ളൂ. അപ്പം നമ്മൾ എല്ലാവരുടെ കാര്യത്തിലും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുമ്പോൾ ഏത് ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇഞ്ചുറി അല്ലാതെ നമ്മളിങ്ങനത്തെ എല്ലാം കാണുന്ന രോഗങ്ങളെല്ലാം ഇഞ്ചുറി ഇൻഫെക്ഷനും അല്ലാത്തതെല്ലാം തന്നെ ലൈഫ് സ്റ്റൈൽ ഓറിയൻറ്റഡ് ആണ്. ഇത്തരം രോഗങ്ങൾക്കെല്ലാം നമുക്ക് വളരെ ഫാസ്റ്റ്, നമ്മൾ മരുന്നെടുക്കുന്നതിനേക്കാളും ഫാസ്റ്റ് റിലീഫാണ്, ഈ മരുന്ന് വെച്ചിട്ടുള്ളതിനേക്കാളും ഫാസ്റ്റ് റിലീഫ് കിട്ടുമെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷന് വരുന്നവരൊക്കെ ഒത്തിരി നാൾ മരുന്നെടുത്ത് ഒത്തിരി കാലം ഈ അസുഖമായിട്ട് നടന്നിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് തന്നെ പെട്ടെന്ന് ആ റിലീഫ് വന്നു കഴിയുമ്പം ഉഴപ്പാനുള്ള ഒരു ടെൻഡൻസി വരും എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു പ്രോബ്ലം. അപ്പോൾ ഇവരാണെങ്കിലും ഇനി ഉഴപ്പിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ഈ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് ഐഡിയൽ ബോഡി കോമ്പോസിഷനിലേക്ക് വരണമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ നോക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇതാണ് ഓരോ രോഗങ്ങളായിട്ട് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കും.
മരുന്നുകൾ സൈക്കാട്രിക് മെഡിസിന് മാത്രമല്ല മറ്റു രോഗങ്ങൾക്കായിട്ട് മരുന്ന് ആഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ബേസിക്കലി നമ്മൾ ഈവൻ ഫാമിലി പ്രോബ്ലംസ് വരും. സ്വന്തം ഫാമിലിയിൽ ഒരു ലേഡി ആകുമ്പോൾ ലേഡിയുടെ ഫാമിലിയിൽ പ്രശ്നങ്ങളാകും, അത് പേരൻസിനും ഒക്കെ അതൊരു വലിയ വിഷമമായിട്ട് മാറും. അതുപോലെ ഹസ്ബൻഡിനും ഫാമിലിക്കും ബുദ്ധിമുട്ടാണ്. കുഞ്ഞിൻ്റെ ഏറ്റവും പ്രധാനം വരുന്ന കുട്ടികളുള്ളവർക്കാണ് കുഞ്ഞിൻ്റെ ലൈഫിനാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സൈക്യാട്രിക് ഡിസീസിനും ഒരു പലപ്പോഴും ഒരു ഫാമിലിയൽ ടെൻഡൻസി ഉണ്ടാകും. സ്കിസോഫ്രീനിയ ഈവൻ ഫാമിലിയൽ ടെൻഡൻസി ഉള്ളവർക്ക് പോലും നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് മാറാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത നിലയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും സൈക്കാട്രിക് പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ എന്തെങ്കിലും മരുന്ന് വെച്ച് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തുടങ്ങുക. ആ മരുന്നിൽ നിന്നും മോചനം നേടാനായിട്ട് നോക്കണം. അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ വരും. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പോൾ അതോടുകൂടി നമ്മൾ മോർ ഡീപ്ലി ഈ അസുഖത്തിലേക്ക് പോകും. കാരണം ഈ മരുന്നുകൾ കഴിക്കുന്നതാണെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ സപ്രസ് ചെയ്യാനുള്ള മരുന്നുകളായിരിക്കും ഇതിനകത്ത് വരുന്നത്. ഡിപ്രഷനിൽ ചില മരുന്നുണ്ട് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ളതും ഉണ്ട്. പക്ഷെ അപ്പോഴേക്കും പലപ്പോഴും അവർ ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ് അതിലേക്ക് വരും. അപ്പോൾ അതിന് പിന്നെ സപ്രസ് ചെയ്യാനുള്ള ആക്ടിവേറ്റ് ചെയ്യാനുള്ള എല്ലാ മരുന്നും കൂടി ആകെ നമുക്ക് തന്നെ ഇന്നും അറിയില്ല സൈക്കാട്രിക് മെഡിസിൻസ് ഒക്കെ പലതും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. കാരണം മോഡേൺ മെഡിസിനിലാണെങ്കിലും പല മരുന്നുകൾ വർക്ക് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ബേസിക്കലി ഇതെല്ലാം നമ്മളുടെ ബ്രെയിൻ ഫങ്ഷൻസിനെങ്കിലും ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പലതരം മരുന്നാകുമ്പോൾ ഇതൊക്കെ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു പോലും അറിയാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ സൈക്കാട്രിക് ഡിസീസ് ആണെങ്കിൽ നമ്മളൊരു സ്റ്റേജിനപ്പുറം ഇത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ മരുന്ന് വെച്ച് സ്റ്റെബിലൈസ് ചെയ്യുക. അത് കഴിഞ്ഞ് മരുന്നിൽ നിന്ന് പതുക്കെ മോചനം നേടി നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് പല ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഇത്രയും മരുന്നൊക്കെ കഴിക്കുമ്പോൾ സെൽഫായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് നല്ല സപ്പോർട്ടുണ്ടെങ്കിലും ഫാമിലി സപ്പോർട്ടും വേണം. ഡോക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ മാത്രമല്ല, അവർക്ക് അതുപോലെ ഫാമിലി സപ്പോർട്ടും കൂടെ. ഇപ്പം മാരീഡ് ആയിട്ടുള്ള 2 ഫാമിലിയും ഈക്വലി സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി വരാനും പറ്റുള്ളൂ. ഇവിടെ ക്ലിനിക്കൽ സപ്പോർട്ടുകളും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗപ്രതിരോധത്തിനും രോഗമുക്തിക്കും നിദാനമായ ഇമ്മ്യൂണിറ്റിയെ, ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ശാക്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. കേടായ ശരീരകോശങ്ങളെ മാറ്റി പുതിയ ആരോഗ്യമുള്ള കോശങ്ങളെ ഉണ്ടാക്കാനും അതിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാനുമായി 3 കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. 1. ശരീരകോശങ്ങളുടെ നിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങളെല്ലാം ഉത്തമമായ അളവിലും അനുപാതത്തിലും ശരീരത്തിനു ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. 2. വ്യക്തമായ പ്ലാനിങ്ങോടെയുള്ള മിതമായ വ്യായാമത്തിലൂടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ഉത്തേജിപ്പിച്ച് രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശരീരത്തിലടിഞ്ഞ് വിഷാംശം പുറത്തു കളയാൻ ശ്രമിക്കുന്നു. 3. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും ലേപനങ്ങളിലൂടെയും കോസ്മെറ്റിക്കായും മരുന്നുകളായും ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും സ്ട്രോക്കും അലർജിയും ഓട്ടോഇമ്യൂൺ രോഗങ്ങളും ക്യാൻസറും ഒക്കെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മരുന്നുകളിൽ ഏകദേശം 90% ചെയ്യപ്പെടുന്ന ശസ്ത്രക്രിയകൾ 90% ഇത്തരം രോഗങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് 90% മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കാനാകുന്നതേ ഉള്ളൂ. രോഗത്തിന്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടുപിടിച്ച് പരിഹരിക്കാനും അതിലൂടെ രോഗത്തിൽ നിന്നും മരുന്നുകളിൽ നിന്നും മോചനം നേടാൻ സഹായിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായ ചികിത്സ. ജീവിതശൈലി രോഗങ്ങളെ മരുന്നോ ശസ്ത്രക്രിയയോ കൊണ്ട് മാറ്റാനാകില്ല. കാരണം ഇത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം മരുന്നിന്റെയോ ഓപ്പറേഷന്റെയോ കുറവല്ല. അതുകൊണ്ടാണ് ഒരിക്കൽ മരുന്ന് തുടങ്ങിയാൽ മരുന്നുകൾ തുടർച്ചയായി കഴിക്കേണ്ടി വരുന്നത്. രോഗത്തിനൊപ്പം മരുന്നുകളുടെയും ഓപ്പറേഷനുകളുടെയും പാർശ്വഫലങ്ങൾ രോഗിയുടെയും ബന്ധുക്കളുടെയും ജീവിതം ദുസ്സഹമാക്കാൻ ഇടയാക്കരുത്. മരുന്നുകളിൽ നിന്ന് മുക്തി നേടാനായി ജീവിതശൈലി ക്രമപ്പെടുത്താൻ എല്ലാവരും തയ്യാറാകണം. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പ്രോത്സാഹിപ്പിക്കണം. അടുത്തത് ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു.
വ്യത്യസ്ത ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും ജീവിതശൈലി ക്രമീകരണത്തിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും മറ്റ് സീരീസുകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും കൂടുതൽ അറിയാനാവും. പ്ലേലിസ്റ്റ് കാണുക. ജീവിതശൈലി രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർക്കും ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. നാം കഴിക്കുന്ന മരുന്നുകളെല്ലാം വിസർജ്യ വസ്തുക്കളായി നദികളിലേക്കും കുടിവെള്ളത്തിലേക്കും ചെടികളിലേക്കും ഭക്ഷ്യോൽപ്പന്നങ്ങളിലേക്കും എത്തും. അതായത് ഓരോ വ്യക്തിയും കഴിക്കുന്ന മരുന്നുകൾ വെള്ളത്തിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്നു. അതിനാൽ ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനും മരുന്നുകളിൽ നിന്നും മോചനം നേടാനും കഴിയേണ്ടത് ഈ തലമുറയുടെ മാത്രമല്ല, വരാൻ പോകുന്ന തലമുറകളെ, നമ്മുടെ കൊച്ചുമക്കളെ രാസമലിനീകരണത്തിന്റെ വിപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ അനിവാര്യമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കായി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന രീതി മാറണം. മരുന്നുകളിൽ നിന്നും മോചനം നേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാവണം, ബോധവൽക്കരണം ഉണ്ടാകണം. അതിനാൽ ജീവിതശൈലി രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർക്കും ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. താങ്ക് യു.